പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സംവിധാനം എങ്ങനെ ഒരുക്കി കൊടുക്കാം, അതിൻ്റെ ഒരു ഡെമോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ലാപ്ടോപ്പുകളോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പുകളോ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളോ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ കണ്ണിന് ഒരുപാട് സ്ട്രെയിനാണ്. മണിക്കൂറുകളോളം നമ്മൾ ഈ സ്ക്രീൻ നോക്കിയിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം അവിടെയുണ്ട്. പിന്നെ ലാപ്ടോപ്പുകളാണെങ്കിൽ വളരെയധികം കോസ്റ്റ്ലിയാണ്. 25,000 രൂപേൻ്റെ മുകളിലാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇതുപോലുള്ള ഒരു മോണിറ്റർ ഉപയോഗിച്ചുകൊണ്ട്, ഇത്രയും ഒരു വലിയ ഡിസ്പ്ലേ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ചിലവിൽ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു സംവിധാനം എങ്ങനെ ഒരുക്കാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇതുപോലുള്ള റാസ്ബെറി പൈ എന്ന് പറയുന്ന ഡിവൈസാണ്. റാസ്ബെറി പൈ. ഇപ്പോൾ റാസ്ബെറി പൈ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ പ്രത്യേകത, ഇതിനെക്കുറിച്ച് കേട്ടവർ കുറേ പേരുണ്ടായിരിക്കാം. എന്നാലും കേൾക്കാത്തവർക്ക് വേണ്ടി ചെറിയൊരു കാര്യങ്ങൾ പറയുകയാണ്. അതായത് ഈ റാസ്ബെറി പൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് കാണുന്ന മദർ ബോർഡ് എന്ന് പറയുന്ന ഡിവൈസ് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ബോർഡ് എന്ന് പറയുന്നത് ആ ബോർഡിൻ്റെ മിനിയേച്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോർഡാണ് ഈ റാസ്ബെറി പൈ എന്ന് പറയുന്ന ഡിവൈസ്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ആ മദർ ബോർഡിനകത്ത് വരുന്ന എല്ലാ ഡിവൈസുകളും അടങ്ങിയിരിക്കുന്ന ഒരു ചെറിയൊരു ബോർഡാണ്. അതായത് ഇതിൻ്റെ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് 4 USB പോർട്ടുകൾ കാണാം. അപ്പോൾ ഈ 4 USB പോർട്ടിൽ നമുക്ക് കീബോർഡ് കണക്ട് ചെയ്യാം, മൗസ് കണക്ട് ചെയ്യാം, അതുപോലെ പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. ഓക്കെ, അത്തരത്തിലുള്ള ഡിവൈസുകളെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഈ ലാൻഡ് പോർട്ട് വഴി നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ കഴിയും ഇതിൻ്റെ ഈ ഒരു ഡിവൈസിൻ്റെ അകത്തേക്ക്. പിന്നെ വരുന്നത് ഇതിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം നമുക്ക് ഓഡിയോ പോർട്ട് ഉണ്ട്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ അകത്ത് കാണുന്നത് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് കണ്ട് നമുക്ക് മൈക്കും സ്പീക്കറും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഓഡിയോ പോർട്ട് നമുക്കിവിടെ കാണാം. അതോടൊപ്പം തന്നെ HDMI പോർട്ട്, അതായത് ഇത്തരത്തിലുള്ള വലിയ മോണിറ്ററുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോണിറ്റർ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രൊജക്ടറിനെ കണക്ട് ചെയ്യാം, വലിയ പ്രൊജക്ടറിനെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന HDMI പോർട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇത് വർക്ക് ചെയ്യുന്നത് 5 വോൾട്ട് പവർ സപ്ലൈയിലാണ്. അതായത് ഒന്നെങ്കിൽ നമുക്ക് ഈ മൊബൈൽ ഫോൺ പോലെ ഡിവൈസുകളുടെ ചാർജർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പവർ ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ പവർ ചെയ്യാൻ കഴിയും. ആകെ 5 വോൾട്ട് മതി വർക്ക് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ഹാർഡ് ഡിസ്കായിട്ട് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഈ മെമ്മറി കാർഡാണ്. അതായത് 32 GB അല്ലെങ്കിൽ 64 GB അതിൽ കൂടുതലോ ഉള്ള മെമ്മറി കാർഡ്, നല്ല സ്പീഡിലുള്ള മെമ്മറി കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു മെമ്മറി കാർഡാണ് ഇവിടെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ പ്രൊസസ്സറും കാര്യങ്ങളൊക്കെയാണ്. മൈക്രോ പ്രൊസസ്സറും മൈക്രോ കൺട്രോളറും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിന് മുകളിൽ വരുന്ന മൊബൈൽ ഫോണിൻ്റെ മുകളിലൊക്കെ വരുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ കണക്ട് ചെയ്യാൻ പറ്റുന്ന കണക്ടേഴ്സാണ് സൈഡിലേക്ക് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യം. പിന്നെ മറ്റൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് വൈഫൈ ഉണ്ട്. അതായത് ഇൻബിൽറ്റ് വൈഫൈ ഉണ്ടാകുമ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലാൻ നമുക്ക് ഇവിടെ ഈ പോർട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. ഈ സാധാരണഗതി നമ്മുടെ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് എന്തുണ്ടാവില്ല, വൈഫൈ ഉണ്ടാവില്ല. വൈഫൈ നമ്മൾ എക്സ്ട്രാ ഡിവൈസ് കണക്ട് ചെയ്യണം. പക്ഷേ ഈ ഒരു ഡിവൈസിനകത്ത് മൊബൈൽ ഫോണിൻ്റെ അകത്തൊക്കെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന പോലെ തന്നെ ഈ ബോർഡിൻ്റെ മുകളിലായിട്ട് എന്തുണ്ട്, വൈഫൈ കാർഡ് ഇൻബിൽറ്റ് ആയിട്ടാണ് ഈ ബോർഡ് ഇപ്പോൾ വരുന്ന മോഡൽസൊക്കെ വരുന്നത്. ഇല്ലാത്ത ബോർഡുകളുണ്ട്, അതിനനുസരിച്ച് ചെറിയ പ്രൈസിൽ വ്യത്യാസം വരും. ഇതിൻ്റെ വില ഏകദേശം വരുന്നത് 3,500 രൂപ മുതൽ, അല്ലെങ്കിൽ 3,000 രൂപ മുതൽ മുകളിലോട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ 6,500 രൂപ വരെ. അപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന റാസ്ബെറി പൈ 4 വിത്ത് 4 GB റാം, അതോടൊപ്പം തന്നെ അതിൻ്റെ ആം പ്രോസസ്സർ, നല്ല സ്പീഡുള്ള മൈക്രോ പ്രോസസ്സർ അടക്കമുള്ള ഒരു ബോർഡ് വരുന്നത് 4 GB റാമാണ്. അപ്പോൾ അതിന് വരുന്നത് 6,500 രൂപയാണ് വില വരുന്നത്. 6,500 രൂപ. അപ്പം 6,500 രൂപേൻ്റെ വില വരുന്ന ഒരു ബോർഡും ഇതുപോലൊരു മോണിറ്ററും വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യാം. സിമ്പിൾ, അത്രയേ ഉള്ള കാര്യം. ഒരു ബോർഡും ഈ ഒരു മോണിറ്റർ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് സാധാരണ രീതിയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് വാങ്ങുന്ന ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് റാസ്ബിയൻ എന്ന് പറയുന്ന ഒരു OS നമുക്ക് അവൈലബിൾ ആണ്. നെറ്റിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന OS ആണ് റാസ്ബിയൻ OS. അതോടൊപ്പം തന്നെ നമുക്ക് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാം. ഉബുണ്ടു എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്ത് വിൻഡോസ് കൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വിൻഡോസ് OS നമുക്കിതിനകത്ത് വിൻഡോസ് 10, സാക്ഷാൽ വിൻഡോസ് 10 നമുക്കിതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഈ വിൻഡോസിൻ്റെ അകത്താണ് നമുക്ക് ലിനക്സിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ അവൈലബിലിറ്റി നമുക്ക് എന്തുമാത്രം നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഞാൻ നോക്കിയത്. ഓക്കെ, അതാണ് ഞാൻ നിങ്ങളെന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിത് ഒരു കേസിൻ്റെ അകത്താക്കിയിട്ട് ഞാൻ മോണിറ്ററിൽ കണക്ട് ചെയ്യാം. മോണിറ്ററിൽ കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ട് നമുക്ക് ഡെമോയിലേക്ക് വരാം. ഓക്കെ,
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ CPU റെഡി ആയിരിക്കുകയാണ്. റാസ്ബെറി പൈ ഉപയോഗിച്ചുള്ള ഒരു CPU ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിനകത്ത് OS ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ മെമ്മറി കാർഡിൽ OS ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഡെമോ എങ്ങനെയുണ്ടെന്ന് നോക്കാം, ഇതിൻ്റെ വർക്കിംഗ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കേസിനകത്താക്കിയിരിക്കുന്ന ഡിവൈസ് നമുക്ക് ഈ മോണിറ്ററിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാം. ഇതിൻ്റെ ഈ പറയുന്ന മോണിറ്ററിൻ്റെ ബാക്കിൽ നമുക്ക് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡെല്ലിൻ്റെ 22 ഇഞ്ചിൻ്റെ മോണിറ്ററാണ്. ഈ മോണിറ്ററിൻ്റെ ബാക്കിൽ നമുക്ക് ഈ ഒരു ഡിവൈസ് ഒട്ടിച്ച് വെക്കാം. ഒട്ടിച്ച് വെച്ചാൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിവൈസായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാനൊരു ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇത് ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആ ബോക്സ് ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഒട്ടിച്ച് വെച്ചു. ആ ഒട്ടിച്ച് വെച്ച ഡിവൈസിലേക്ക് നമുക്കിനി ബാക്കിയുള്ള കണക്ഷൻസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് ഈ കീബോർഡും മൗസും ഈ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാം. ഈ സൈഡിൽ കാണുന്ന USB ബോർഡിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. USB ബോർഡിൽ ഞാൻ മൗസ് കണക്ട് ചെയ്തു. ഇനി മറ്റൊരു USB ബോർഡിലേക്ക് ഞാൻ ഈ കീബോർഡിൻ്റെ കണക്ഷൻസ് കൊടുക്കുകയാണ്. കീബോർഡ് കണക്ട് ചെയ്യാണ്. ഇപ്പോൾ 2 ഡിവൈസ് കീബോർഡ് മൗസും ഞാൻ ഇതിൽ കണക്ട് ചെയ്തു. സാധാരണ ഇത് നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചത് ഇതിൻ്റെ ഔട്ട്പുട്ട്, ഇതിൻ്റെ ഡിസ്പ്ലേ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് HDMI പോർട്ടാണ്. അപ്പോൾ HDMI പോർട്ട് എല്ലാ മോണിറ്ററിലും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത്ര സന്ദർഭങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള HDMI to VGA കൺവേർട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കുക. അതിന് ഏകദേശം 150 രൂപ 100 രൂപ ആ റേഞ്ച് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനിൽ അവൈലബിൾ ആണ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് HDMI ഉള്ള മോണിറ്റർ ആണെങ്കിൽ ഡയറക്റ്റ് 2 ഭാഗത്ത് HDMI വരുന്ന കേബിൾസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. മറ്റത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ VGA മാത്രമുള്ള മോണിറ്റർ ആണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ മൗസ് കണക്ട് ചെയ്തു, കീബോർഡ് കണക്ട് ചെയ്തു, അതോടൊപ്പം തന്നെ HDMI പോർട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് പവറാണ് കണക്ട് ചെയ്യേണ്ടത്. മോണിറ്ററിൻ്റെ പവർ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി പവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഡിവൈസിൻ്റെ അകത്തേക്ക് പവർ കൊടുത്തിട്ട് നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഓൺലൈൻ സംവിധാനം ഉപയോഗിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സംവിധാനമാണ് ഞാനിവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാനിതിൻ്റെ റാസ്ബെറി പൈ ബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കീബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ മൗസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിവൈസ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ലാൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് വൈഫൈ ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കിൽ സംഭവം കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ റെഡിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഈ റാസ്ബെറി പൈനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന മെമ്മറി കാർഡിൻ്റെ അകത്ത് OS ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് വിൻഡോസ് OS ആണ്. വിൻഡോസ് OS ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് സ്റ്റെപ്പുകൾ കിട്ടുന്ന വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണാൻ കഴിയും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞതിൻ്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, ഡെമോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഡിസ്പ്ലേ കറക്റ്റായിട്ട് ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്പ്ലേ വിൻഡോസ് 10 ആണ് ഓണായി വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഗൂഗിൾ ക്രോം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ക്രോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗൂഗിൾ മീറ്റൊക്കെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതുണ്ട് നെറ്റ് ഇവിടെ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ലാൻ കണക്ഷൻ കാണിക്കുന്നുണ്ട്, കണക്റ്റഡ് ആണ്, ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. കാരണം ഇതിൻ്റെ ഈ ഒരു കോൺഫിഗറേഷൻ നമുക്ക് കിട്ടുന്ന 1.2 GHz അതുപോലെ തന്നെ 1 GB റാമുമാണ് ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന ഈ റാസ്ബെറി പൈൻ്റെ ഇൻറ്റേർണലായിട്ട് വരുന്നത്. പക്ഷേ കുറച്ചും കൂടെ വലിയ കോൺഫിഗറേഷൻ വരുന്ന അതായത് 4 GB വരുന്ന അല്ലെങ്കിൽ 1.2 GHz വരുന്ന പ്രൊസസ്സറോട് ഉൾപ്പെടെ വരുന്ന 6500 രൂപേൻ്റെ ആ മോഡലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് ഒരു സിസ്റ്റം നമുക്ക് അസംബിൾ ചെയ്യാൻ കഴിയും. പിന്നെ മോണിറ്ററിൻ്റെ പ്രൈസ് വരുന്നത് ഈ മോണിറ്ററിന് 22 ഇഞ്ചിൻ്റെ ഡെല്ലിൻ്റെ HDMIയും VGAയും ഒരുമിച്ച് വരുന്ന മോണിറ്ററാണ്. ആ മോണിറ്ററിന് ഏകദേശം വരുന്നത് 7000 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. താഴെ കുറഞ്ഞിട്ടുള്ള 3500 രൂപ മുതൽ മുകളിലേക്ക് വരുന്ന മോണിറ്ററിൻ്റെ പ്രൈസ് വില വരുന്നുണ്ട്. അപ്പോൾ 3500 ചെറിയൊരു മോണിറ്റർ വാങ്ങി വയ്ക്കുകയാണെങ്കിൽ ആ ചെറിയ മോണിറ്ററും ഇതിൻ്റെ ഒരു 6500 രൂപേൻ്റെ 4 GB റാമുള്ള ബോർഡിൽ വെക്കുകയാണെങ്കിൽ 10,000 രൂപീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സംവിധാനം നമുക്ക് ഒരുക്കാൻ കഴിയും കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇതിനകത്ത് ഞാനിപ്പോൾ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. കുറച്ച് സ്ലോ ആണ്, കാരണം 1 GB റാമിലാണ് ഞാൻ ഈ വിൻഡോസ് 10 റൺ ചെയ്യുന്നത്. 1 GB റാമും അതോടൊപ്പം തന്നെ 1.2 GHz ആണ് ഈ പ്രൊസസ്സറിൻ്റെ സ്പീഡ് വരുന്നത്. അതെന്ന് പറയുന്നത് ഏറ്റവും ബേസിക്, അത് റെക്കമെൻഡ് ചെയ്യുന്ന പറയുന്ന അത്രയും ലോവസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ആണ് ഇതിൻ്റെ മെമ്മറിയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൊസസ്സറിൻ്റെ സ്പീഡും ഇപ്പം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമുക്കിനി ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് ഇതിൻ്റെ പെർഫോമൻസ് എന്നൊന്നുകൂടെ പരിശോധിച്ചതിന് ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ ഈ റാസ്ബെറി പൈ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ അകത്ത് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
നേരത്തെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് വിൻഡോസ് 10ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആയിരുന്നു. ഇപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഉബുണ്ടുവിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ്. 21.04 ആണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. കുട്ടികൾക്ക് വേണ്ട സോഫ്റ്റ്വെയറുകളും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അവർ സ്കൂളിലാവുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയറാണ് ഉബുണ്ടു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ IT സ്കൂൾ എന്ന് പറയും. IT സ്കൂൾ എന്ന് പറയുന്നതും ഉബുണ്ടു തന്നെയാണ്. ഒന്നും കൂടെ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വെർഷനാണ് IT സ്കൂൾ. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് ഈ പറയുന്ന ഉബുണ്ടുവിൻ്റെ 21.04. അപ്പോൾ ഇവിടെ നോക്കി, നേരത്തെ നമ്മൾ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് വിൻഡോസിൻ്റെ അകത്ത് വൈഫൈൻ്റെ ഡ്രൈവർ കയറിയിട്ടുണ്ടായിരുന്നില്ല ഡീഫോൾട്ടായിട്ട്. ഇതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും, പിന്നെ നമ്മുടെ ഈ വയേർഡ് കണക്ഷൻ്റെ ആണെങ്കിലും വൈഫൈ കണക്ഷൻ്റെ ആണെങ്കിലും അല്ലേ, നമുക്കിവിടെ സെലക്ട് നെറ്റ്വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഗ്രൂപ്പിൽ കാണാൻ കഴിയും. നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള വൈഫൈ കണക്ഷൻസ് ഇവിടെ കാണിക്കും. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ഞാൻ വയേർഡ് കണക്ഷൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് വയേർഡ് കണക്റ്റഡ് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ വൈഫൈ കണക്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ മോസില്ല ഫയർഫോക്സ് ഡീഫാൾട്ടായിട്ടുള്ളതാണ്. കുറേ കൂടെ ലൈറ്റ് വെർഷനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്, ഈ മോസില്ല ഫയർഫോക്സിൻ്റെ. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ മീറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് വേറെ ബ്രൗസറിൻ്റെ ആവശ്യം ഇതിൻ്റെ അകത്ത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഇതിൻ്റെ അകത്ത് റൺ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഉബുണ്ടു 21.04 ഇൻസ്റ്റാൾ ചെയ്തു. അതുപോലെ തന്നെ വിൻഡോസ് 10ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഡിവൈസ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റാസ്ബെറി പൈൻ്റെ ഈ വെർഷൻ വാങ്ങിക്കരുത്. കാരണം ഈ വെർഷൻ എന്ന് പറയുന്നത് 1.2 GHz പ്രോസസ്സറും അതുപോലെ തന്നെ 1 GB റാമും ഉള്ള ഒരു ഡിവൈസാണ് ഈ ഒരു വെർഷൻ എന്ന് പറയുന്നത്. അതിന് ഏകദേശം വരുന്നത് 3100-3200 രൂപ എന്താ വില വരുന്നുള്ളൂ. കുറച്ച് കാശ് കൂടി കഴിഞ്ഞാലും 4 GB റാം വരുന്ന റാസ്ബെറി പൈ വെർഷൻ 4 വരുന്നുണ്ട്. വെർഷൻ 4 ഇത് റാസ്ബെറി പൈ 3 ആണ്. 4 വരുന്നുണ്ട്. ആ 4 വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം. ഈ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ടെക്നിക്കൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കണോട് ക്ലിക്ക് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണാം. ബൈ ബൈ.